ഹായ് ഹലോ, ഇന്ന് ശിശുദിനല്ലേ? ഭാനുട്ടിയുടെ സ്കൂളിലെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അവിടെ ഓരോ ക്ലാസ്സിനും ഓരോ തീം ഉണ്ട് കേട്ടോ. ഇവരുടെ ക്ലാസ്സിൻ്റെത് നാഷണൽ ഹീറോസ് ആണ്. ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് ആ സെലക്ട് ചെയ്ത കുട്ടികളെ നാഷണൽ ഹീറോസിന്റെ കോസ്റ്റ്യൂമിൽ വേണം അന്നത്തെ ദിവസം ക്ലാസ്സിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. ഭാനുട്ടിക്ക് റാണി ലക്ഷ്മിബായിയുടെ ഗെറ്റപ്പിലാണ് കേട്ടോ ചെല്ലേണ്ടത്. റാണി ലക്ഷ്മിബായിയുടെ ഗെറ്റപ്പ് എങ്ങനെ എടുക്കും എന്നതായിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അതിനുവേണ്ടി ഞാൻ 2-3 ദിവസമായിട്ടോ എൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ഓടി. ചേർത്തലയിലൊക്കെ ഒത്തിരി പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ റെന്റിന് എടുക്കാം എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. അതിനുവേണ്ടിയൊക്കെ നടന്നപ്പോഴാണെങ്കിലും അവിടെ ചെന്നിട്ട് അവിടെയുള്ള കോസ്റ്റ്യൂമൊക്കെ ബുക്കിംഗ് ആയി പോയി എന്ന് പറഞ്ഞു. ഈ എല്ലാ സ്കൂളിലും ഉണ്ടല്ലോ പ്രോഗ്രാമൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് ബുക്ക് ചെയ്തു. അതെല്ലാം ഔട്ടായി പോയി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ കടയിൽ കയറി ഈ ഓർണമെൻറ്റ്സും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് പോന്നു. ഇവിടെ വന്ന് പിന്നെ ഈ റെൻറ്റ് ഷോപ്പിൽ നിന്ന് വാള് മാത്രം നമുക്ക് റെൻറ്റിന് കിട്ടി. ബാക്കി ഒരു സാധനം പോലും റെൻറ്റിന് കിട്ടിയില്ല. പിന്നെ കിട്ടിയതൊക്കെ ആയിട്ട് പോന്നു. ഈ റാണി ലക്ഷ്മിബായിയുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാരി ഉടുക്കുന്ന രീതിയിലല്ല കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ്. ഞാൻ നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കി അങ്ങനെ കിട്ടിയ ഒരു ഐഡിയ വെച്ച് ഞാൻ തന്നെ ഉടുപ്പിക്കാം എന്നൊരു പ്ലാനിങ്ങിലേക്ക് പോയി. ആദ്യം വിചാരിച്ചത് ബ്യൂട്ടി പാർലറിൽ ചെയ്യാം എന്നാണ് കേട്ടോ. പക്ഷേ ഈ ഒരു മോഡൽ കാണിച്ചപ്പോൾ അവർക്കത് ഇങ്ങനെ സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ ഉടുപ്പിക്കാം എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ എത്തി. അങ്ങനെ ആ ഡേ എത്തി. രാവിലെ തന്നെ അവളെ കുളിപ്പിച്ചു, മുടിയൊക്കെ ഉണങ്ങി. അത് കഴിഞ്ഞ് ഞാൻ സാരി ഉടുപ്പിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു സാരിയാണ്, സെക്കൻഡ് സാരി ആയിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ വേണം നമ്മൾ ഇങ്ങനെ ഉടുപ്പിക്കുന്നതിന്. ആദ്യം തന്നെ ഈ സാരിയുടെ രണ്ടറ്റവും ഒപ്പം വരുന്ന രീതിയിൽ നടുക്കായിട്ട് അവളെ നിർത്തിയിട്ടോ. എന്നിട്ട് ഈ രണ്ടറ്റവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നന്നായിട്ട് മുറുക്കിയ വയറിൻ്റെ അവിടെ അങ്ങ് കെട്ടി. അപ്പം തന്നെ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഈ രണ്ടറ്റവും തുമ്പ് ഇങ്ങനെ കിടക്കുവാണല്ലോ. എന്നിട്ട് റൈറ്റ് സൈഡിലെ തുമ്പ് റൈറ്റ് സൈഡിലെ കാലിൻ്റെ ഇടയിൽ കൂടി അകത്തേക്കും, അതുപോലെ ലെഫ്റ്റ് സൈഡിലെ തുമ്പ് ആ ലെഫ്റ്റ് സൈഡിലെ കാലിൻ്റെ ഇടയിലൂടെ അകത്തേക്കും എടുക്കണം. അപ്പോൾ ആദ്യം എടുത്തിട്ട് നേരെ ആ തുമ്പ് എന്ത് ചെയ്തു, നമ്മൾ പഴയ ചട്ടയും മുണ്ട് കൊടുക്കില്ലേ അതുപോലെ മടക്കി ഇതുപോലെ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റി വെക്കണം. എന്നിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം മറ്റേ തുമ്പും അതേപോലെ തന്നെ അപ്പുറത്തുകൂടി എടുത്ത് അത് നേരെ ഫ്രണ്ടിൽ കൂടി എടുക്കണം കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ സാധാ സാരി ഉടുക്കുമ്പോൾ തുമ്പെടുക്കില്ലേ അതുപോലെ ഇതുപോലെ അതിൻ്റെ ഞൊറിവൊക്കെ കറക്റ്റായിട്ട് എടുത്ത്. ഇതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താമസം വന്നിട്ടോ. മറ്റേതൊക്കെ പെട്ടെന്ന് നടന്നു. ഇതിൻ്റെ ഞൊറിവ് കറക്റ്റായിട്ട് വരണ്ടേ. അങ്ങനെ ഒരുവിധം ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചും വലിച്ചൊക്കെ റെഡിയാക്കി അതും നേരെ ഉടുത്തു കേട്ടോ. കുറച്ച് സമയം എടുത്തു. ഒരു 7 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഞങ്ങൾ ശരിക്കും ഒരു 9 മണി വരെയും ഇതിൻ്റെ പുറകിലായിരുന്നു. ഐവിൻകുട്ടന് ചാച്ചാർജിയുടെ ഒരു വേഷമാണ് കേട്ടോ ഇടേണ്ടത്. അത് പിന്നെ പെട്ടെന്ന് ഇടാമല്ലോ. അതുകൊണ്ട് ആ സമയത്തൊക്കെ അവൻ നടന്ന് കളിക്കുമായിരുന്നു. ഭാനുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടാക്കണം. അവനെ ബസ്സിൽ കയറ്റി വിട്ടാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തുമ്പൊക്കെ റെഡിയാക്കി. തുമ്പ് അങ്ങനെ നേരെ ഇട്ടിട്ട് ഇവിടെ നിന്ന് വലിച്ചു കൊടുത്തു. വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ 2 കാലും ഇങ്ങനെ ഒരു താൻഡ് വരുന്ന രീതിയിൽ 2 കാലും ഇങ്ങനെ ടൈറ്റ് ആവും കേട്ടോ. എന്നിട്ട് ഈ തുമ്പും അങ്ങനെ കിടക്കുവേ. അങ്ങനെ കറക്റ്റായിട്ട് ഒരുവിധം ഞാൻ ശരിയാക്കി വന്നു. എന്നിട്ടാണ് പിന്നൊക്കെ കുത്തി കറക്റ്റ് ചെയ്തത്. അവിടെ തന്നെ 1-2 പിന്ന് കുത്തി കേട്ടോ. അല്ലെങ്കിൽ അത് വീണ്ടും ലൂസായി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് മൊത്തം ഇങ്ങനെ ലൂസായി കിടക്കും. അതുകൊണ്ട് പിന്നൊക്കെ കുത്തി ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ തുമ്പുണ്ടല്ലോ, തുമ്പ് ഇങ്ങനെ ചുറ്റി വയറിൻ്റെ അവിടെ നിന്ന് ഒരു ചുറ്റ് ഫുൾ എടുത്തിട്ടോ റൗണ്ടിൽ ചുറ്റിയെടുക്കേണ്ടി വന്നു. നമുക്കൊക്കെ ആണെങ്കിൽ ഒറ്റ ഇത് മതിയാവും. പക്ഷേ ഇത് കുഞ്ഞല്ലേ, അതുകൊണ്ട് ആ ഒരു റൗണ്ട് ഫുള്ള് ചുറ്റിയെടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ. ലാസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് കോസ്റ്റ്യൂം. ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വരും നമ്മൾ സാരി ഉടുത്ത്. ശരിക്കും റാണി ലക്ഷ്മിബായിയുടെ ഒരു മോഡൽ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. അങ്ങനെ ഒരു വിധം ഞാൻ ഒപ്പിച്ചെടുത്തു. ഇനി മുടി കെട്ടുക എന്നുള്ളതാണ്. ആദ്യം 2 വശത്തും കെട്ടിയിട്ട് അത് തമ്മിൽ ഞാൻ അങ്ങ് കൂട്ടി കെട്ടിട്ടോ. എന്നിട്ട് എൻ്റെ ഒരു ഷോൾ എടുത്തിട്ട് ഈ തലയിൽ ഇങ്ങനെ തലപ്പാവ് പോലെ കെട്ടണം കേട്ടോ. തലപ്പാവൊന്നും ചെയ്യാൻ എനിക്ക് ശരിക്കും അറിയില്ല. എന്നാലും പറ്റുന്നത് പോലെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചു. അത് കറക്റ്റായിട്ടുള്ള തലപ്പാവൊന്നും ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ഇങ്ങനെ ചുറ്റിയൊക്കെ വെച്ചു. എന്നിട്ട് കുറച്ച് യൂപ്പിനൊക്കെ ചെറിയൊരു നെറ്റിൻ്റെ പോലത്തെ ഒരു ഷോളാണ്. അതുകൊണ്ട് പെട്ടെന്ന് യൂപ്പിനൊക്കെ അങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യൂപ്പിനൊക്കെ കുത്തി അത് കുറച്ച് ടൈറ്റ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ തലാനക്കും തോറും ഇതിങ്ങനെ അഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഒരുവിധം അതൊക്കെ ടൈറ്റ് ചെയ്തു. സാധാ പിന്നുമൊക്കെ കുറച്ചൊക്കെ കുത്തി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 കയ്യിലും നിറച്ച് വള ഇട്ടു. വളയൊക്കെ ഞങ്ങൾ അന്ന് രാത്രി പോയപ്പോൾ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. വള ഇട്ടു. അതുപോലെ ഒരു മോതിരം നീളത്തിലൊരു മാലയുമാണ് കേട്ടോ റാണി ലക്ഷ്മിബായിക്ക് വരുന്നത്. മുത്തുമാലയാണ് വരുന്നത്. അങ്ങനെ നീളത്തിൽ ലോങ് മുത്തുമാല എന്ന് പറഞ്ഞപ്പോൾ കടയിൽ നിന്ന് കിട്ടി. അങ്ങനെ അതും ഇട്ടു. എന്നിട്ട് ഒരു മൂക്കുത്തി വെച്ചിട്ടോ. ഭാനുട്ടിക്ക് ഫസ്റ്റ് ടൈമാണ് മൂക്കുത്തി വെച്ച് നോക്കിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മേക്കപ്പിലേക്ക് കടക്കുവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ഫൗണ്ടേഷനൊക്കെ ഇട്ട് കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഭാനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. ഈ ഫൗണ്ടേഷനൊന്നും പിള്ളേർക്ക് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതുപോലെ ലിപ്സ്റ്റിക്ക് അതൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ കൊടുക്കാറില്ല.
ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ അനുവദിച്ചതിൻ്റെ ഒരു സന്തോഷം അവൾക്കുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം ഇതൊക്കെ ചെയ്യണ്ടേ. ഇന്നലെ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോഴേ ചോദിച്ചത് നമുക്ക് മേക്കപ്പ് സെറ്റ് വാങ്ങാൻ പോവാം. അപ്പം ഞാൻ അവളെ കളിയാക്കിയിട്ട് റാണി ലക്ഷ്മിബായി ആണ്, അല്ലാണ്ട് ഐശ്വര്യ റായി ഒന്നും അല്ല എന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം പൊട്ട് കുത്തിട്ടോ. പൊട്ടായിട്ട് നമ്മൾ ഷിങ്കാറ് ചന്ദ്രകല പോലെയാണ് കേട്ടോ റാണി ലക്ഷ്മിബായിയുടെ പൊട്ട് വരുന്നത്. ഇതെല്ലാം ഞാൻ നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അതുപോലെ ലിപ്സ്റ്റിക് ഇട്ടു. പിന്നെ കണ്ണ് എഴുതിയായിരുന്നു കേട്ടോ. ഐലൈനർ വെച്ച് നല്ല നീട്ടത്തിൽ കണ്ണും എഴുതിയായിരുന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഐ ഷാഡോ വേണമെന്ന് പറഞ്ഞിട്ട് ഐ ഷാഡോ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ ലിപ്സ്റ്റിക്കില്ല ലിപ് ബാമാണ്. അത് തന്നെ ഐ ഷാഡോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളിക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് ഓർത്ത്. പിന്നെ ബ്ലൗസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബ്ലൗസ് ഞാൻ ഇന്നലെ തയ്പ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലൊരു ഷോൾ ഉണ്ടായിരുന്നു പച്ചപ്പട്ടിൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ ബ്ലൗസ് തയ്ച്ചത്. പിന്നെ അരപ്പട്ട അതുപോലെ കൈപ്പട്ട അതെല്ലാം ഇട്ടു. അങ്ങനെ അതാ പോകാൻ ഇറങ്ങുവാണ് കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു മേക്കപ്പും ഈ കുഞ്ഞു റാണി ലക്ഷ്മിബായിനെയും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.